السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ളവരെ, ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് 2K കിഡ്സിന്റെ വിളയാട്ടം. അങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്. 19, 20, 24 വയസ്സുകൾ മാത്രമുള്ള യുവാക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വളരെയധികം ക്രൂരമായ കാര്യങ്ങളാണ് ഇന്ന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സഹപാഠികളെ എന്നല്ല, സ്വന്തം മാതാവിനെയും അനുജനെയും വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവങ്ങൾ നാം മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും അറിഞ്ഞവരാണ്. ഇതിനെല്ലാം കാരണം അവരിൽ നിന്ന് ഗുഡ് ക്യാരക്ടർ അത് ഇല്ലാതെയായിപ്പോയി എന്നതാണ്. ഇവിടെ അടിവരയിട്ടുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയേ, അങ്ങ് നിശ്ചയമായും നല്ല സൽസ്വഭാവത്തിന്റെ ഉടമയാണ്. ചെറുപ്പത്തിലെ അയൽവാസികളും നാട്ടുകാരും അൽ അമീൻ എന്ന് വിളിച്ചു. വലുതായിട്ടും ആ പ്രസ്താവനയിൽ ഒരു മാറ്റവുമില്ല. നബിതങ്ങൾക്ക് 10 വർഷം സേവനം ചെയ്ത മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഈ 10 വർഷത്തിന്റെ ഇടയിലായിക്കൊണ്ട് എന്നെ ഛേ എന്നുള്ളൊരു വാക്ക് അവിടുന്ന് വിളിച്ചിട്ടില്ല. ഞാൻ ചെയ്ത ഒരു സംഗതിയെ കുറിച്ച് എന്തിനാണ് നീ എങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ ചെയ്യാത്ത ഒരു സംഗതിയെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് നീ എങ്ങനെ ചെയ്യാതിരുന്നത് എന്നും ചോദിച്ചിട്ടില്ല. അത്രക്കും നല്ല കൾച്ചറായിരുന്നു റസൂലുള്ളാഹി തങ്ങൾക്കുണ്ടായിരുന്നത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ കീഴിലാണ്, നമുക്ക് സേവകനായിട്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ 1 മാസം പൂർത്തിയാക്കി 32ാം ദിവസം അദ്ദേഹം നമ്മളെക്കുറിച്ചുള്ള മോശമായ കഥാപാത്രങ്ങൾ ചിലപ്പോൾ ചർച്ച ചെയ്തേക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു നന്മ ചെയ്യുന്നവരെ വളരെയധികം ഇഷ്ടപ്പെടുന്നവനാണ്. ആ നന്മകൾ വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ്, ദേഷ്യത്തിനെ പിടിച്ചു നിൽക്കുന്നവനും വൽ ആഫീന അനിന്നാസ്, ജനങ്ങളോട് ക്ഷമിക്കുന്നവനുമാണ്. നമ്മെ വളരെയധികം ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് നാം തിരിച്ച് ഒന്നും ചെയ്യാതെ, തിരിച്ച് പ്രവർത്തിക്കാതെ അദ്ദേഹത്തോട് ക്ഷമിച്ച് നമ്മുടെ കോപത്തിനെ നാം പിടിച്ചു വച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം നാം കാരണമായി കൊണ്ട് നന്നായേക്കാം. അതിന്റെ കൂലി പടച്ചവൻ നമുക്ക് തരുന്നതാണ്. നാളെ പരലോകത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളുണ്ട്. അവർ ആരാണ്? അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല സ്വഭാവം ഉള്ളവരാണ്. നാം പഠിക്കേണ്ടത്, നാം റോൾ മോഡലാക്കേണ്ടത് അത് ഹബീബായ മുത്തിന്റെ സ്വഭാവമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന സന്നിധിയിലേക്ക് ഒരു വ്യക്തി ഒരു കൊല മുന്തിരിയുമായി വരികയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് അത് ഹദിയയായി കൊടുത്തു. നബി തങ്ങൾ അത് സ്വയമേ കഴിക്കുകയാണ്. സ്വഹാബാക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കലാണ് പതിവ്. പക്ഷേ അന്ന് റസൂലുള്ളാഹി തങ്ങൾ അത് സ്വയമേ കഴിക്കുന്നു. അങ്ങനെ നബി തങ്ങൾ അത് കഴിച്ച് അവസാനത്തേതും കഴിക്കുമ്പോൾ ആ കൊടുത്ത വ്യക്തിയിൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആ വ്യക്തി പോയതിനു ശേഷം കൂടെ ഉണ്ടായിരുന്ന സ്വഹാബാക്കൾ നബി തങ്ങളോട് ചോദിച്ചു, എന്താണ് റസൂലേ, തങ്ങൾ സാധാരണ വല്ല പ്രധാനപ്പെട്ട ഭക്ഷണവും കിട്ടിയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടിട്ടല്ലേ തിന്നാറുള്ളൂ, ഇന്നെന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത മറുപടി, ആ മുന്തിരിയിൽ പുളിയുണ്ടായിരുന്നു. നിങ്ങളെങ്ങാനും ആ മുന്തിരി കഴിച്ചാൽ നിങ്ങളുടെ മുഖങ്ങൾ വ്യത്യാസമാകും. റസൂലുള്ളാഹി തങ്ങൾക്ക് ഈ പുളിയുള്ള മുന്തിരിയാണോ നീ കൊണ്ടുവന്നതെന്ന് ആ വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചു പോകും. അത് ആ വ്യക്തിക്ക് സങ്കടമാകും, അതെനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങളുടെ ആ സ്വഭാവ മഹിമ എത്രയാണ്! നാം ഒന്ന് ഇതിനെ വേണ്ടവണ്ണം ചിന്തിക്കേണ്ടതുണ്ട്. ആ റസൂലുള്ളാഹി തങ്ങൾക്ക് ഏറ്റവും
സ്വലാത്ത് ചൊല്ലുന്നതിൽ മികവുറ്റ ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. നബിതങ്ങളിലേക്ക് സ്വലാത്ത് ചൊല്ലിയാൽ അത് നേരിട്ട് എത്തുമെന്ന് നമുക്കറിയാവുന്ന ദിവസമാണ്. അത്തരത്തിൽ നമ്മുടെ സ്വലാത്തുകളെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ റമളാൻ മാസം കൊണ്ട് നല്ല സ്വഭാവം ഉൾക്കൊണ്ടവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.